ഹായ്. അപ്പൊ ഇന്നത്തെ നമ്മളെ മാസ് വേൾഡിന്റെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന നല്ല അടിപൊളി ഒരു ക്യാമറയാണ്. ക്യാമറ ഒരുപാട് മോഡൽസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് മോഡൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CCTV ക്യാമറകൾ നമ്മളെ വീട്ടിൽ വെക്കണമെന്നും ഓഫീസിൽ വെക്കണമെന്നായിട്ടുള്ള ഒരുപാട് മോഡൽസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇന്ന് നമ്മളെ കയ്യിൽ ലെനാടെക്കിന്റെ ഒരു മോഡൽ ക്യാമറ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫിഗറേഷൻ ഈസിയാണ്, വളരെ ഈസിയാണ്. അതായത് നമ്മളെ ക്യാമറ DVR-നായിട്ട് കോൺഫിഗർ ചെയ്യാൻ ഒന്നും നമ്മൾ മെനക്കെടേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് ഓൾറെഡി സെറ്റ് ആയിട്ടാണ് കമ്പനി ഇത് നമുക്ക് തരുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് പ്ലഗ് ചെയ്യുക, പിന്നെ ബാക്കി നമുക്ക് ഹാർഡ് ഡിസ്ക് കാര്യങ്ങളൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ ഇടുക. അത് മാത്രം നമ്മൾ ചെയ്തു കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യല്ല. അപ്പൊ ഇതാണ് നമ്മളെ ലെനാടെക്കിന്റെ ക്യാമറ. 5 MB മെഗാ പിക്സൽ വരുന്ന ടച്ച് സ്ക്രീനോട് കൂടിയിട്ടുള്ള DVR ആണ് ഇതിൽ വരുന്നത്. ഇതിൽ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ ഈ ടച്ച് സ്ക്രീനിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇതുപോലെ ഒരു 3 ബോക്സ് ആണ് ഇതിന്റെ അകത്ത് വരുന്നത്. DVR ആണ് ഈ ഇരിക്കുന്നത്. ഈ 3 ബോക്സിൽ എന്താ വരുന്നത് നമുക്ക് നോക്കാം. 2 ക്യാമറ ഒരു ബോക്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ക്യാമറ, അങ്ങനെ 4 ക്യാമറയാണ് ഇതിന്റെ കൂടെ വരുന്നത്. പിന്നെ വരുന്ന ഒരു ബോക്സിൽ ഇതിന്റെ അഡാപ്റ്റേഴ്സ് ആണ്, അതായത് ടൈപ്പ് സി കേബിൾ ആണ് ഈ ക്യാമറകൾക്ക് കംപ്ലീറ്റ് പവർ ആയിട്ട് വരുന്നത്. ഇതിന്റെ പവർ വരുന്നത് ടൈപ്പ് സി ആണ്. അപ്പൊ അതിന് നമുക്ക് ടൈപ്പ് സി കേബിൾ കമ്പനിയിൽ നിന്ന് തന്നെ നമുക്ക് തരുന്നുണ്ട്. അഡാപ്റ്ററും അതിന്റെ കൂടെ 4 അഡാപ്റ്ററും 4 കേബിൾസും തരുന്നുണ്ട്. നമ്മളെ NVR എന്നുള്ള അഡാപ്റ്ററാണ് ഈ കാണുന്നത്. ഇത് 12 വോൾട്ട് 2 ആംപിയർ അഡാപ്റ്ററാണ് ഈ വരുന്നത്. ഇതാണ് നമ്മുടെ NVR വിത്ത് ടച്ച് സ്ക്രീൻ വരുന്ന സാധനം. ഒരു ആന്റിന ഉണ്ടാവും വൈഫൈ ക്യാച്ച് ചെയ്യാന്. ഇതാണ് നമ്മൾ NVR എന്ന് പറയല്. ഇതിന് മുന്നിലായിട്ടാണ് നമ്മൾ ബാക്ക് സൈഡിലായിട്ടാണ് ഈ ടച്ച് സ്ക്രീൻ വരുന്നത്. വാൾ മൗണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. വാൾ മൗണ്ട് ചെയ്തിട്ട് നമുക്ക് ഈസിലി ആയിട്ട് പുറത്തുള്ള കാര്യങ്ങളൊക്കെ കാണാനും സ്റ്റോറേജ് ചെയ്യാനും എല്ലാത്തിനും സാധിക്കുന്ന ഒരു സെറ്റപ്പിലാണ് കമ്പനി പ്രൊഡക്റ്റ് ചെയ്തിട്ടുള്ളത്. HDMI വരുന്നുണ്ട്, VGA നെറ്റ്വർക്ക് വൈഫൈക്കും വേണ്ടിയിട്ട് നെറ്റ്വർക്ക് സ്ലോട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു USB ഉണ്ട്, USB സ്ലോട്ട് നമുക്ക് മൗസ് കീബോർഡ് അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ഇത് ഇതിന്റെ പവർ പോർട്ടാണ്. പിന്നെ താഴെ ഭാഗത്തായിട്ട് ഒരു മെമ്മറി കാർഡിനുള്ള സ്ലോട്ട് ഉണ്ട്. ഇത് നമ്മുടെ സ്റ്റാൻഡ് ആണ്. ഇത് നമുക്ക് ടേബിൾ ടോപ്പ് ആയിട്ട് ഇങ്ങനെ സ്റ്റാൻഡ് ആയിട്ട് നിർത്തണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും നിർത്താം, അല്ല നമുക്ക് വാൾ മൗണ്ട് ആയിട്ട് ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിന്റെ ഇവിടെയാണ് നമുക്ക് SSD ഇടാനുള്ള സ്റ്റോറേജ്. SSD ആയാലും HDD ആയാലും ഹാർഡ് ഡിസ്കിനുള്ള സ്റ്റോറേജിന്റെ സ്പേസ് ആണ് ഈ കാണുന്നത്. SSDക്ക് വരുന്ന സ്ലോട്ട്. SSDയും HDDയും വർക്ക് ചെയ്യും. 2.5 ഇഞ്ച് SSD ആൻഡ് HDD ഏതെങ്കിലും ഒന്ന് ഇതിൽ വർക്ക് ചെയ്യും. നമുക്ക് ഹാർഡ് ഡിസ്ക് ഇട്ടിട്ട് സ്റ്റോറേജ് അങ്ങനെയും കീപ്പ് ചെയ്യാം. താഴെ ഭാഗത്തായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെമ്മറി കാർഡിനുള്ള സ്ലോട്ടും ഉണ്ട്, അങ്ങനെയും കീപ്പ് ചെയ്യാം. 2 ഓപ്ഷൻസ് ഉണ്ട് സ്റ്റോറേജിന്. അപ്പൊ സ്റ്റോറേജ് സെറ്റിംഗ്സ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. അല്ല സ്റ്റോറേജ് ഒന്നും വേണ്ട, ജസ്റ്റ് വ്യൂ മാത്രമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് പുറത്തുള്ള കാര്യങ്ങൾ വ്യൂ ചെയ്യാൻ മാത്രം അതും സാധിക്കും. ഓക്കെ, നമുക്ക് ഏതായാലും ഇതൊന്ന് പവർ ചെയ്തിട്ട് ഇതിന്റെ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇതാണ് ക്യാമറ. ക്യാമറയിൽ 2 ആന്റിനൊക്കെ വരുന്നുണ്ട്. അതിന്റെ കൂടെ ക്യാമറന്റെ താഴെ ഭാഗത്തായിട്ട് സ്റ്റോറേജ് ഒരു മെമ്മറി കാർഡ് ഇടാനുള്ള സ്ലോട്ട് ഉണ്ട്. അത് നമുക്ക് ഈ ക്യാമറയിൽ നിന്നുള്ള വ്യൂസ് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണിത്. അത് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ല ഇതിന് നമുക്ക് റെക്കോർഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് അടച്ചു വെക്കാം. പിന്നുള്ളത് 2 ആന്റിനാണ്. അത് വൈഫൈ ഓട്ടോമാറ്റിക് ആയിട്ട് ക്യാച്ച് ചെയ്യണമെന്ന് ക്യാമറ. ഈ DVR-നായിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് കണക്ടിങ് ചെയ്യാന്നാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണുള്ളത്. ഇതിന്റെ ബാക്ക് ഭാഗത്ത് ഒരു സ്പീക്കറൊക്കെ വരുന്നുണ്ട്, സൗണ്ട് കാര്യങ്ങളൊക്കെ ഉള്ള മോഡലാണ്. അപ്പൊ ഇതിന്റെ പവർ ടൈപ്പ് സി ആണ് ഞാൻ പറഞ്ഞ പോലെ. അപ്പൊ ടൈപ്പ് സി കേബിൾ നമ്മളിപ്പോ ഒന്ന് എടുത്തുകൊണ്ട് കണക്ട് ചെയ്യാണ് ക്യാമറ. ഓക്കെ, ക്യാമറ ഓൺ ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് NVR ഒന്ന് കണക്ട് ചെയ്യണം. അതുപോലെ തന്നെ പവർ കൊടുത്തിട്ട് NVR-ന്റെ പവറുടെ ഭാഗത്തായിട്ടാണ് പവർ വരുന്നത്. ഈ ഭാഗത്ത് നമ്മൾ പവർ കൊടുക്കണം. ഓക്കെ, ഇതിന് വേറെ പവർ ബട്ടണ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇത് ഡയറക്റ്റ് പവർ പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ല, ലെനാടെക് എന്ന് പറഞ്ഞാൽ ഓൺ ആയിട്ട് ഇങ്ങോട്ട് വരും, ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ആയിട്ട് വരുന്നതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി ഉണ്ട്, ഓണായി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ക്യാമറ യൂസർ നെയിമും പാസ്വേഡും ചോദിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മളെ ഇതിൽ യൂസർ നെയിമും പാസ്വേഡും ഓൾറെഡി ഉണ്ട്. ഇതിൽ ക്യാമറ കണക്ട് ആയിട്ടുണ്ട്. ക്യാമറ ഓട്ടോമാറ്റിക് ആയിട്ടാണ് കണക്ട് ആയത്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ജസ്റ്റ് പവർ കൊടുത്തിട്ടുള്ളൂ. 2നും പവർ കൊടുത്തിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് ആയിട്ട് ക്യാമറ കണക്ട് ആയിട്ടുണ്ട്. ഇത് കണ്ടില്ല സ്ക്രീനിൽ നമ്മളെ വ്യൂസ്
ഒരു ക്യാമറ കണക്ട് ചെയ്താണ് നമ്മളെ ഷോപ്പിന്റെ വ്യൂസ് ആണ് ഈ കാണുന്നത്. ക്യാമറ എന്നുള്ള ഇനി അത് ക്യാമറ പിടിച്ചുകൊണ്ടൊക്കെയുള്ള വ്യൂസ്. അപ്പൊ 4 ക്യാമറ ഞാൻ കണക്ട് ചെയ്തിട്ടില്ല. 4 ക്യാമറ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 4 പവർ അഡാപ്റ്റർ വേണം. അപ്പൊ നമ്മളടുത്ത് അതിനുള്ള സൗകര്യം ഇവിടെ ഇല്ല. അപ്പൊ ഇതിൽ കണ്ടാൽ അറിയാം നമുക്ക്, ഇതിൽ ഓൾറെഡി ഇപ്പൊ കമ്പനി നമുക്ക് തരുന്നത് 4 ക്യാമറയാണ്. ആ 4 ക്യാമറന്റെ ഇതാണ് ഇവിടെ കാണുന്നത്. അതായത് ഒരു ക്യാമറ ഇപ്പൊ നമ്മൾ കണക്ട് ചെയ്ത് ബാക്കി 3 ഇതിന്റെ സൈഡിലായിട്ട് വരുന്നുണ്ട്. പിന്നെയുള്ള 4 ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു 4 എക്സ്ട്രാ ക്യാമറ കൊടുക്കാനുള്ള ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 8 ചാനലാണ് ഈ DVR. അപ്പൊ നമുക്ക് ഇതുപോലത്തെ ഒരു സെപ്പറേറ്റ് ക്യാമറ വാങ്ങിച്ചാൽ ഇതിന്റെ കൂടെ ഒന്നും ചെയ്യാതെ തന്നെ ഇതേപോലെ പവർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിൽ ആഡ് ആവുന്നതാണ്. നമുക്കൊരു എക്സ്ട്രാ ഒരു ക്യാമറ ഇതുപോലത്തെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ കമ്പനി തരുന്നത് 4 പീസാണ്. ഇതുപോലെ ഒരു ക്യാമറ നമുക്ക് സെപ്പറേറ്റ് വാങ്ങാൻ കിട്ടും. അത് വാങ്ങി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതില് കോൺഫിഗറേഷൻ നടക്കുന്നതാണ്. അവര് അതിനുള്ള സെറ്റപ്പ് അവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് കമ്പനികളെ ഒരുപാട് മോഡൽസും പ്രോഡക്റ്റുകളും നമ്മൾ കണ്ടിട്ടുണ്ടാവും, പരിചയപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ എല്ലാത്തിലും പ്രശ്നം നമ്മൾ കോൺഫിഗർ ചെയ്യുമ്പോൾ പല പ്രശ്നങ്ങളും നേരിടാറുണ്ട്. അതൊന്നും ഇല്ലാതെ ഇത് ജസ്റ്റ് ഒരു വ്യൂനെങ്കിലും നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു പ്രോഫിറ്റ് ആയിട്ട് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് ഇതിന്റെ വ്യൂസും കാര്യങ്ങളും. ഇത് ഓൾറെഡി ടച്ച് സ്ക്രീൻ ആണ്, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ടച്ച് സ്ക്രീൻ ഉണ്ട്. പിന്നെ ഇതിൽ നമ്മൾ യൂസർ നെയിം പാസ്വേഡ് ക്വിക്ക് ഗാർഡ്സിന്റെ അകത്തുണ്ട്. ഇതിന്റെ പാസ്വേഡ് ഉണ്ട്. ഇതിന്റെ ഈ ക്വിക്ക് ഗാർഡ്സിൽ ഇതിന്റെ യൂസർ പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിൽ അടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് ഇവിടെ സൈഡിലായിട്ട് അടിയിൽ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഹോം ബട്ടൺ ഉണ്ട്. ആ ഹോം ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ക്യാമറ ആഡ് ചെയ്യണമെങ്കിൽ, അതുപോലെ പ്ലേ ബാക്കിനുള്ള, നെറ്റ്വർക്കിനുള്ള, സിസ്റ്റം സെറ്റിംഗ്സ്, ക്യാമറ എക്സ്ട്രാ അലാറം അടിക്കാനുള്ള, അതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ സെറ്റിംഗ്സ് കിടക്കുന്നത് ഈ മെനുവിലാണ്. അത് നമുക്ക് ഈ സെറ്റപ്പ് ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കും നല്ല ഈസിലി ആയിട്ട് കൈകാര്യം ചെയ്യാവുന്ന കാര്യമാണ്. ആഡ് PC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരുപാട് ഡിവൈസ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ പ്ലേ ബാക്കിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അത് നമ്മൾ SSD, ഇപ്പോൾ SSD HDD ഇടാനുള്ള ഓപ്ഷൻ നമ്മൾ ഇതുവരെ SSD ഇട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇതിൽ നോ ഡിവൈസ് എന്ന് കാണിക്കുന്നത്. അപ്പോൾ SSD ഇടുക, സ്റ്റോറേജ് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ഒരുപാട് വർക്ക് ചെയ്യുന്നതാണ്. എല്ലാതും വർക്ക് ചെയ്യുന്നതാണ്. ബാക്കപ്പിനുള്ള ഓപ്ഷൻ ഉണ്ട്, റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ സെറ്റിങ്സ് ആണിത്. ഇതിന് വൈഫൈ അതുപോലെ നെറ്റ്വർക്ക് ഇന്റർനെറ്റിന്റെ ആവശ്യമില്ല. നമുക്ക് ക്യാമറ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും സ്റ്റോറേജ് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിലും വൈഫൈന്റെയും ഇന്റർനെറ്റിന്റെയും യാതൊരു ആവശ്യമില്ല. 50 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഇതിന്റെ ക്യാമറ. ഓപ്പൺ ഏരിയകളിലാണ് കമ്പനി പറയുന്നത്. ഓപ്പൺ ഏരിയകളിൽ 50 മീറ്റർ വരെ ഇത് ക്യാമറ ഫ്രീ ആയിട്ട് ഇതിനായിട്ട് കണക്റ്റിംഗ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വൈഫൈന്റെയും അതുപോലെ ഇന്റർനെറ്റിന്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ ഓരോ ക്യാമറകളിലും ഇൻക്ലൂഡിങ് മൈക്കും സ്പീക്കേഴ്സും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കുന്നതും അവിടുന്ന് സംസാരിക്കുന്നതും ഇങ്ങോട്ട് കേൾക്കാനുള്ള സൗകര്യം NVRന്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് കേൾക്കാനും പറ്റും. നമ്മൾ റെക്കോർഡിങ് നമ്മൾ അങ്ങോട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ മൈക്കിന്റെ ഓപ്ഷൻ ഉണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് സംസാരിക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിന്റെ ക്വിക്ക് ഗാർഡ്സ് വരുന്നത്. ഇതിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഡീറ്റെയിൽ ചെയ്യേണ്ടത്, സെറ്റിംഗ്സ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. ക്യാമറ കംപ്ലീറ്റ്ലി DVRനായിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് സെറ്റപ്പ് ചെയ്തതാണ്. അപ്പൊ ക്യാമറന്റെ ഒന്നും നമ്മൾ ചെയ്യാറില്ല. ഇനി ഹാർഡ് ഡിസ്ക് ആഡ് ചെയ്തിട്ട് അതുപോലെ തന്നെ ഡിവൈസുകൾ ആഡ് ചെയ്യാനും അതുപോലെ റെക്കോർഡിങ്ങിന്റെ ഓപ്ഷൻസ്, ബാക്കപ്പ് ചെയ്യാനുള്ളത് എല്ലാം ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ചെയ്യേണ്ട രീതികൾ, കംപ്ലീറ്റ് കാര്യങ്ങളെല്ലാം നമ്മളെ ക്വിക്ക് ഗാർഡ്സിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ക്യാമറന്റെ ബോക്സ് ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് കാണിക്കുകയാണ്. ഇതിന്റെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോക്സും കൊടുത്തിട്ടുള്ള വലിയ സംഭവങ്ങളാണ്. 5MB HD ടച്ച് സ്ക്രീൻ വയർലെസ് NVR കിറ്റ് ഇൻക്ലൂഡിങ്, അതുപോലെ മോഷൻ ഡിറ്റക്ഷൻ സപ്പോർട്ട് അപ് ടു 16 TB ഹാർഡ് ഡിസ്ക് വരെ സപ്പോർട്ടഡ് ആണ് എന്നാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. HD വീഡിയോ ലെൻസ്, വീഡിയോന്റെ അതായത് ക്യാമറന്റെ ലെൻസ് HD വീഡിയോന്റെ ആണ്. വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്, നൈറ്റ് വിഷനും ഉണ്ട്. ഓക്കെ, ഇതാണ് ഈ ബോക്സിലൊക്കെ കൊടുത്തിട്ടുള്ളത്. കമ്പനി ബിൽഡ് ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയാണ്. അത്യാവശ്യം കുഴപ്പമില്ല, സാധനം അടിപൊളിയാണ്. 850 സൗദി റിയാലാണ് ഇത് വരുന്നത്, ഇൻക്ലൂഡിങ് വാറ്റ് അടക്കം 850 സൗദി റിയാലാണ് ഈ സാധനത്തിനുള്ള പ്രൈസ്. അപ്പോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും നല്ല ഉപകാരപ്രദമാണ്. നമുക്ക് നമ്മളെ വർക്ക് ചെയ്യുന്നതും ഭയങ്കര ഈസിലി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ പുതിയത് വന്ന പാട് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം.
അപ്പൊ എന്റെ പേഴ്സണൽ അഭിപ്രായം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധനം അടിപൊളിയാണ്. 850 റിയാലിന് എല്ലാം ഒരു കുടക്കീൽ എന്ന നില പോലെയാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. 4 ക്യാമറ, NVR, അതേപോലെ ഒരു ടച്ച് സ്ക്രീന് ഫ്രണ്ടില് നമുക്ക് കാണാനും വേണ്ടിയിട്ടുള്ള ഇത് നമുക്ക് വീട്ടിൽ ഞാൻ പറഞ്ഞ അതേപോലെ തന്നെ വീട്ടിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വാൾ മൗണ്ട് ചെയ്തിട്ട് നമുക്ക് ഈസിലി ആയിട്ട് കൺട്രോൾ ചെയ്യാനും എല്ലാ കാര്യത്തിനും പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഈ ഒരു കമ്പനിയിൽ നമുക്ക് ഒരുപാട് പ്രോഡക്റ്റ് വരുന്നുണ്ട്. ഇതുപോലെ തന്നെ ഔട്ട്ഡോർ ആയിട്ടുള്ള ഇത് ഇൻഡോർ ക്യാമറയാണ് വരുന്നത്. ഇതിൽ ഇൻഡോർ ആണ്. ഇതിന്റെ ബ്രാക്കറ്റ് കാര്യങ്ങളുണ്ട്. ഇത് നമുക്ക് ഇതിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ബാക്കിൽ ഫിക്സ് ചെയ്യലാണ്. ഇതുപോലെ ഒരു ബ്രാക്കറ്റ് ഇത് ഓരോ ക്യാമറക്കും വരുന്നുണ്ട്. ഇത് ഇതിന്റെ ബാക്കിൽ ഫിക്സ് ചെയ്യുക. ഇത് വാളിൽ ഫിക്സ് ചെയ്യാനുള്ള ഇൻഡോർ ക്യാമറയാണ് ഈ വരുന്നത്. ഇതുപോലെ ഈ ഒരു ബ്രാൻഡിന്റെ ഒരുപാട് മോഡൽ ക്യാമറകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്, നമുക്ക് വന്നിട്ടുമുണ്ട്. അപ്പൊ എല്ലാം കൂടി ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താനുള്ള ടൈം നമുക്കില്ല. പിന്നെ ഞാൻ സാമ്പിൾ കാണിച്ചു തരാം. ബോക്സിന്റെ സോളാർ ക്യാമറ വരുന്നുണ്ട്. ഇതേപോലെ തന്നെ സിസ്റ്റത്തിൽ സോളാർ പവർ കൊടുത്തിട്ട് ടൈപ്പ് സി ചാർജിങ്ങിൽ ഔട്ട്ഡോർ ക്യാമറയാണ് ഈ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ സെയിം സിസ്റ്റത്തിൽ തന്നെ നമുക്ക് ഔട്ട്ഡോർ ക്യാമറ വരുന്നുണ്ട്. ഈ NVRന്റെ അതേ സിസ്റ്റത്തിൽ തന്നെ നമുക്ക് ഔട്ട്ഡോർ ക്യാമറയും വരുന്നുണ്ട്. 4 ഔട്ട്ഡോർ ക്യാമറയും ഇൻക്ലൂഡിങ് DVR-ഉം ആയിട്ട് നമുക്ക് ലെനാടെക്കിന്റെ ബ്രാൻഡിൽ നിന്ന് വരുന്നുണ്ട്. ഇങ്ങനെ 3-4 ഒരു 5-6 മോഡൽ നമ്മളെടുത്ത് ഏകദേശം വന്നിട്ടുണ്ട്. മോഡൽസിനായിട്ട് കുറച്ചുകൂടി നല്ല മോഡലാണ്. ഇത് ഔട്ട്ഡോർ ആണ്, അതുപോലെ തന്നെ റൊട്ടേറ്റിംഗും ഉണ്ട്. അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് എങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിലും 360 റൊട്ടേഷൻ കിട്ടുന്ന മോഡൽസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു 4-5 മോഡലാണ് ഈ കമ്പനിയിൽ നിന്ന് പുതിയ പ്രോഡക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി പ്രൈസും ആണ്. എല്ലാം ഒരു കുടക്കീയിൽ കിട്ടുന്ന പോലെ ഇതിന്റെ NVR സെറ്റപ്പും കാര്യങ്ങളും നമുക്ക് ഈ പ്രോഗ്രാമിംഗ് ഒക്കെ നല്ല ഈസി ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു കമ്പനിന്റെ പ്രോഡക്റ്റ് ഇവിടെ വന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇത് പരിചയപ്പെടുത്താനുള്ള കാരണം. നല്ല വെർത്തായ പ്രൈസും ആണ്, അതുപോലെ തന്നെ നല്ല ഉപകാരപ്രദം. ഞാൻ ഇതുവരെ നമ്മൾ വിറ്റ ഒരു ക്യാമറാസിലും ഇതുപോലെ ഒരു സെറ്റപ്പ് ചെയ്ത ഒരു കമ്പനിയും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇത് പരിചയപ്പെടുത്താനുള്ള കാരണം മെയിനായിട്ട്. അപ്പോൾ നമുക്ക് എന്തിലും നമുക്ക് എളുപ്പ പരിപാടി നോക്കുന്ന ആൾക്കാരാണ് ഒരുപാട് ആൾക്കാർ. ഇങ്ങനെ ഒരുപാട് ബ്രാൻഡുകൾ നമ്മളെ കയ്യിൽ വരാറുണ്ട്. നമ്മളടുത്ത് ഒരുപാട് CCTV ക്യാമറകളും സിസ്റ്റംസും കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ടീംസാണ്. അപ്പോൾ ഞാൻ ഇത്രയും ഈസി ആയിട്ട് ഒരു പ്രോഡക്റ്റും കണ്ടിട്ടില്ല. നമ്മൾ പ്ലഗ് ചെയ്ത പാട് കോൺഫിഗറേഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് കമ്പനി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഒരുപാട് ആൾക്കാർക്ക് ഈസി ആവും. നമുക്ക് അതിമ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മെനക്കെടേണ്ട ഒരു ആവശ്യം അതിമില്ല. ഡയറക്റ്റ് കണക്റ്റഡ് ആണ്. പിന്നെ എക്സ്ട്രാ ക്യാമറാസ് വേണമെന്നുണ്ടെങ്കിൽ ഇത് 8 ക്യാമറ സപ്പോർട്ട് ചെയ്യുന്ന NVR ആണ്. സെപ്പറേറ്റ് വേണം എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ക്യാമറന്റെയും പ്രോഡക്റ്റിന്റെയും ഡീറ്റെയിൽസ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരെല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഉപകാരപ്രദമായ വീഡിയോകൾക്ക് ഇതുപോലെ പ്രോഡക്റ്റുകൾ ഞാൻ ഇനിയും മുമ്പോട്ടുള്ള വീഡിയോകളിൽ ഇടുന്നതാണ്. എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റും ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക, ഞാൻ അതിന് റീപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതാണ്.